നിങ്ങൾ നിങ്ങളുടെ ഫോണിലെ ഡീഫോൾട്ട് ആയിട്ടുള്ള ഗാലറി ആപ്പ് അതല്ലെങ്കിൽ ഫോട്ടോസ് ആപ്പ് ഉപയോഗിച്ച് ബോറടിക്കുന്നവരാണോ? എങ്കിൽ അങ്ങനെയുള്ളവർക്കൊരു കിടിലൻ ആപ്ലിക്കേഷനാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത്. ഈ ആപ്ലിക്കേഷൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്നതിന് വ്യത്യസ്തമായ രീതിയിൽ നമ്മുടെ ഗാലറിയെ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും. അഥവാ സാധാരണ നമ്മൾ ഡീഫോൾട്ടായി കാണുന്നത് ഇങ്ങനെയാണല്ലോ. അതിൽ നിന്ന് മാറി പല 3D എഫക്റ്റുകൾ, സ്ലൈഡ് ഷോകൾ അങ്ങനെയുള്ള പല ഓപ്ഷനുകൾ അടങ്ങിയ ഒരു കിടിലൻ സിമ്പിളായിട്ട് ഉപയോഗിക്കാൻ സാധിക്കുന്ന വ്യത്യസ്തമായ ഒരു ആപ്ലിക്കേഷൻ. അപ്പോൾ ഇങ്ങനെയുള്ള വ്യത്യസ്തമായ അറിവുകളൊക്കെ ലഭിക്കുന്നതിന് വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷനും എനേബിൾ ചെയ്ത് വെക്കുക. ഇതുവരെ ഇങ്ങനെ കാര്യം അറിയില്ലല്ലോ ബ്രോ, പറഞ്ഞു തന്നതിന് താങ്ക്സ് എന്ന് പറയാൻ ആഗ്രഹിക്കുന്നവർ വീഡിയോക്ക് താഴെ കമൻറ്റായി രേഖപ്പെടുത്തുക. വീഡിയോ എല്ലാവരിലേക്കും ഷെയർ ചെയ്ത് കൊടുത്തോ, അറിയാത്തവർ അറിഞ്ഞിരിക്കട്ടെ. അപ്പോൾ ഇതിനുവേണ്ടി നമുക്കൊരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യേണ്ടതുണ്ട്. സിമ്പിളായി ഉപയോഗിക്കാൻ സാധിക്കുന്ന ആപ്ലിക്കേഷനാണ്. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കാം. ജസ്റ്റ് ഒന്ന് ഉപയോഗിച്ച് നോക്കുക, വ്യത്യസ്തമായിട്ടുള്ളൊരു ഫീൽ നിങ്ങൾക്ക് തന്നെ ലഭിക്കും. അപ്പോൾ ഇതെങ്ങനെയാണ് ഉപയോഗിക്കുന്നത് നോക്കാം. ഹലോ, നമസ്കാരം. ഞാൻ ജാബിർ വൈക്കോടൻ. ഫേസ് ടൈം എന്നതിൻ്റെ ഈ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഡിസ്ക്രിപ്ഷനിൽ നൽകിയ ലിങ്കിൽ നിന്ന് ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക. ഡൗൺലോഡ് ചെയ്തതിന് ശേഷം ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലെ ആയിരിക്കും കാണാൻ സാധിക്കുന്നു. ഇവിടെ നിന്ന് അലോ എന്നുള്ളത് കൊടുക്കുക. സേഫായിട്ട് ഉപയോഗിക്കാൻ സാധിക്കുന്ന ആപ്ലിക്കേഷനാണ് കേട്ടോ. കണ്ടില്ലേ, സാധാരണ നിങ്ങൾ ഉപയോഗിക്കുന്ന ആ ഒരു ആപ്ലിക്കേഷനിൽ നിന്ന്, ഗാലറി ആപ്പിൽ നിന്ന് വ്യത്യസ്തമായ രീതിയിലാണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത്. വേറെ ഇതിൽ പ്രത്യേകമായിട്ടുള്ള ഓപ്ഷൻസുകളൊന്നുമില്ല. ജസ്റ്റ് ഓപ്പൺ ചെയ്യുക. ശേഷം ഈ 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഓൾ ഫോട്ടോസ് എന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങളുടെ ഫോണിലെ മുഴുവൻ ഫോട്ടോകളും നിങ്ങൾക്ക് ഇതിൽ നൽകിയ ആ ഒരു എഫക്റ്റിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. നല്ല വ്യത്യസ്തമായ ലുക്കല്ലേ? ഇങ്ങനെ ഏത് ഫോണിലാണുള്ളത്? ഇനി ഈ മുകളിൽ കാണുന്ന 3D എന്നൊരു ബട്ടൺ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന് വ്യത്യസ്തമായ ലുക്കുകൾ നമുക്ക് നൽകാൻ സാധിക്കും. നിങ്ങൾക്ക് ഏതാണോ വേണ്ടത് അത് ഇതേ രീതിയിൽ ക്ലിക്ക് ചെയ്യുന്നതിനനുസരിച്ച് മാറുന്നതായിരിക്കും. ഇനി അതിന് തൊട്ടിപ്പുറത്തായിട്ടൊരു പ്ലേ ബട്ടൺ നമുക്ക് കാണാൻ സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായി തന്നെ ഇത് സ്ലൈഡ് ഷോ ആവുന്നതായിരിക്കും. ഓരോ ഫോട്ടോകളും നിങ്ങളൊക്കെ കുട്ടികൾക്ക് ഫോൺ കൊടുക്കുന്നവരാണെങ്കിൽ കൊടുക്കാതിരിക്കുക. ഇനി കൊടുക്കുന്നവരാണ് എങ്കിൽ ഇതൊന്ന് ഓൺ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായി ഇതിങ്ങനെ പ്ലേ ആയിക്കൊണ്ടിരിക്കും. യൂട്യൂബ് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഓപ്പൺ ചെയ്യാതെ അവർക്ക് ഗാലറി ഉള്ളത് മാത്രം കാണുകയും ചെയ്യാം. വളരെ വ്യത്യസ്തമായൊരു ലുക്ക് ഇവിടെ നൽകുന്നുണ്ട്. ഇനി ഇതിന് പ്ലേ ആവുന്നതോടൊപ്പം തന്നെ നിങ്ങൾ ഇതുപോലെ ഈ 3Dയിൽ ഇങ്ങനെ ക്ലിക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ വ്യത്യസ്തമായ പല രീതിയിലുള്ള എഫക്റ്റുകളും ഇതേ രീതിയിൽ നിങ്ങൾക്ക് കാണാം. നിങ്ങളുടെ ഗാലറിയിൽ നിങ്ങൾ ഏതാണോ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്, ഗാലറി അല്ല, ഈ ഒരു ആപ്ലിക്കേഷനകത്തുള്ള ഗാലറി, നോർമൽ ഗാലറി അവിടെ തന്നെ ഉണ്ടാവും. ഇതേ രീതിയിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. പ്ലേ ബട്ടൺ ഓഫ് ചെയ്ത് കഴിഞ്ഞ് മാനുവലായിട്ട് നിങ്ങൾക്ക് ഓരോന്നിനെയും ഉപയോഗിക്കുകയും ചെയ്യാം. ഏതായാലും സിമ്പിളായിട്ടുള്ള ആപ്ലിക്കേഷൻ അല്ലേ? നിരവധി എഫക്റ്റുകളുണ്ട്. ഞാനിപ്പോൾ സിമ്പിളായിട്ട് നിങ്ങൾക്ക് കുറച്ച് കാണിച്ചു തന്നത് മാത്രം. ഇതിനെ ക്ലിക്ക് ചെയ്യുന്നതിനനുസരിച്ച് ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും ഇതിൻ്റെ എഫക്റ്റുകൾ. അപ്പോൾ എന്തായാലും വ്യത്യസ്തമായ ഒരു ആപ്ലിക്കേഷൻ തിരഞ്ഞെടുക്കുന്നവർക്ക് തീർച്ചയായും ഒരു വീഡിയോ യൂസ്ഫുൾ ആയിരിക്കുമെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് കൊടുക്കാൻ മറക്കരുത്. അഭിപ്രായങ്ങളും മറ്റു നിർദ്ദേശങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്തറിയിക്കുക. കഴിവിൻ്റെ പരമാവധി എല്ലാവരിലേക്കും വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക, അറിയാത്തവർ അറിഞ്ഞിരിക്കട്ടെ. അപ്പോൾ എന്തായാലും പുതിയൊരു ടോപ്പിക്കായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാത്തിരിക്കുക. നന്ദി, നമസ്കാരം.